ആ കൈത്തക്കരയിൽ ജീവിച്ചൊരു മഹാനാണ് കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്. മഹാന്റെ മഖ്ബറ എവിടെ കിടക്കണത് എന്നറിയോ? എന്റെ നാടായ മുള്ളൂർക്കരയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷർണൂരിനടുത്ത കൊളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ. മഹാനവർകൾ ഇവിടുന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ദീനീ ഖിദ്മത്ത് ചെയ്തതില്ലായിരുന്നുവെങ്കിൽ അവിടെ ഇന്ന് കാണുന്ന ഇസ്ലാമിന്റെ പ്രഭാവം ഇല്ലായിരുന്നു. കൈത്തക്കര ഉസ്താദ് അവിടെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി വന്നപ്പോ, പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോ, അവിടുത്തെ ഏറ്റവും വലിയ രാജാവ് കവളപ്പാറ മനക്കലായിരുന്നു. കവളപ്പാറ മന പോയി ഉണ്ട്, അതിന്റെ ബാക്കിയൊക്കെ അവിടെ ഉണ്ട്, ഇപ്പോഴും കവളപ്പാറ മനയായിരുന്നു. ആ മനക്കര രാജാവിന്റെ അടുത്ത് എന്ന് കൈത്തക്കര ഉസ്താദ് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ ഈ ഷർണൂരും കൊളപ്പുള്ളിയിലും ഒന്നും പള്ളിയില്ല. അതുകൊണ്ട് പ്രഭോ ഒരു പള്ളിക്ക് സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. ആര്? കൈത്തക്കര ഉസ്താദ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉപ്പാപ്പ. മഹാനവർകൾ പറഞ്ഞപ്പോ നമ്പൂരി പറഞ്ഞു, ഇവിടെ ജോനോമാരി, ഞങ്ങളുടെ അങ്ങനെ പറയും, മുസ്ലിമീങ്ങളെ പറയാം ജോനോമാരെന്ന് പറയും, ചിലർക്ക് 4-ാം വേദക്കാരി എന്ന് പറയും. അത് ശരിയാണ്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ എന്നാ വെച്ച് നോക്കുമ്പോൾ 4ആണല്ലോ. അപ്പൊ ജോനോമാരിക്കൊന്നും ഇവിടെ പള്ളി കൊടുക്കില്ലടോ, നീ പോ മടക്കി വിട്ടു. മഹാനായ കൈത്തക്കര ഉസ്താദ് പള്ളിക്ക് സ്ഥലം അടിച്ചു. അന്ന് മുസ്ലിമിയുടെ കയ്യിലൊന്നുമില്ല. നമ്മളൊക്കെ അവരൊക്കെ ജമ്മിമാരും നമ്മളൊക്കെ കുടിയന്മാരുമായിട്ട് കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഒക്കെ ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുഞ്ഞാപ്പുസ്തകനൊക്കെ അറിയാം ജമ്മി ആരാ കുടിയാനാരാന്നൊക്കെ. പഴയ ആധാരത്തിന്റെ അടിയാധാരം എടുത്തൊക്കെ അതിലുണ്ടാവും ഈ പറഞ്ഞ സാധനം, ജമ്മി കുടിയാന്നൊക്കെ. ഒക്കെ നമ്മൾ ആധാരം വായിച്ചൊക്കെ കിട്ടും. അപ്പോ കൈത്തക്കര ഉസ്താദ് എല്ലാവരോടും സ്ഥലം ചോദിച്ചു കിട്ടാല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കവളപ്പാറ മനക്കര രാജാവിനൊരു അസുഖം വരികയാണ്. പഴയ കാലത്തുണ്ടാവുന്ന ഒരു അസുഖമാണ്. പുറത്തൊരു കുരുണ്ടായി. അതിന് ആ കാലത്തൊക്കെ പറയുന്ന പേര് രാജഗുരു എന്നാണ്. ഒരുപാട് വൈദ്യന്മാര് വന്ന് മരുന്നിട്ട് നോക്കി, കുരു പൊട്ടണില്ല. ഒരുപാട് വൈദ്യന്മാര് വന്ന് പരിശോധിച്ചു, മരുന്ന് കൊടുത്തു, കുരു മാറണില്ല. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, ഒരു മുസ്ലിയാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അയാള് വെള്ളം മന്ത്രിച്ചു കൊടുത്തതിന് വല്ലാത്ത ഫായിദയാണ്. അയാളെ വിളിച്ച് വെള്ളം മന്ത്രിച്ച് കുടിച്ചാൽ ചിലപ്പോൾ ഈ കുരു പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെതാ കവളപ്പാറമനയിൽ നിന്ന് ഒരു ദൂതൻ കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് മഹാന്റെ ഹദറത്തിലേക്ക് വരികയാണ്. മഹാനായ കൈത്തക്കര ഉസ്താദിനോട് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ കൈത്തക്കര ഉസ്താദ് പറഞ്ഞു, ഞാൻ നേരിട്ടങ്ങ് വരാം. എന്നിട്ട് നേരിട്ടങ്ങ് ചെന്നു. ആ രാജാവിന്റെ പുറത്തുള്ള കുരു നോക്കി, ഒരു ഗ്ലാസ് വെള്ളമെടുത്തു മന്ത്രിച്ചു, കുറച്ചാ കുരുവിന്റെ മേലെ ഒഴിച്ചു, കുറച്ചു കുടിക്കാനും കൊടുത്തു. മണിക്കൂറുകൾ മാത്രമേ കഴിയേണ്ടി വന്നുള്ളൂ. ഒരിക്കലും പ്രതിവിധിയില്ല എന്ന് പറഞ്ഞ രാജഗുരു പൊട്ടി വലിച്ചുപോയി. അതുവതാ ഇല്ലാതെയായി പോയി. ഈ അസുഖം ഭേദമായത് കണ്ടപ്പോൾ കവളപ്പാറമനയിലെ രാജാവ് പറഞ്ഞു, ആ ഉസ്താദിനെ പോയി വിളിച്ചു കൊണ്ടുവാ. രണ്ടാമതും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടൊക്കെയാണ് പള്ളിക്ക് സ്ഥലം വേണ്ടത്? കൈത്തക്കര ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഷർണൂർ ഒരു പള്ളിക്ക് സ്ഥലം വേണോ, രണ്ടാമത് എനിക്ക് കൊളപ്പുള്ളിയിൽ ഒരു പള്ളിക്ക് സ്ഥലം വേണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ഞാനിതാ തന്നു എന്ന് പറഞ്ഞ് കവളപ്പാറമനയിൽ നിന്ന് കൈത്തക്കര ഉസ്താദിന് എഴുതി കൊടുത്ത സ്ഥലത്താണ് അന്നും ഇന്നും ഷർണൂർ കൊളപ്പുള്ളി പള്ളി നിൽക്കുന്നത്. കൈത്തക്കര ഉസ്താദിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? ബദരീങ്ങളാണ്. നേരത്തെ അവിടെ വരുമ്പോ നമ്മുടെ ഉസ്താദ് ബദരീങ്ങളുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഏറ്റവും വലിയ ഔലിയ ആരാ മോനെ? ആരാ? മൊയ്തീൻ ഷെയ്ഖ അല്ല, റിഫായി ഷെയ്ഖ അല്ല, നാഗൂര, മുത്തുപ്പേട്ടെ, അജ്മീറ, അല്ലെ ഷാദിരി മാമ അല്ല. ഔലിയാക്കളിലെ ഏറ്റവും വലിയ മഹാനായ അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിലെ രണ്ടാമനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ട്ടോ. ഒന്നാമനാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ ആദ്യം തുടങ്ങുന്നതിന് വനബിയിനാ വസയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കറിൻ വഉമർ വഉസ്മാൻ വഅലിയും വതൽഹത്ത് വസുബൈർ വസഅദ് വസഈദ് എന്നിങ്ങനെ പറഞ്ഞിട്ടല്ലേ ബദരീങ്ങളുടെ പേര് പറയുന്നത്. അതിലൊന്നാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. രണ്ടാമത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഔലിയാക്കളിൽപ്പെട്ട ഔലിയാക്കളുടെ ഹെഡാണ്.
കൈത്തക്കര ഉസ്താദ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ബദരീങ്ങളുടെ റിയാദ വീട് എന്ന് പറഞ്ഞ ഔലിയാന്റെ ലോകത്തുള്ള ഒരു ദർജയാണത്. റിയാദ വീടല് ബദരീങ്ങളുടെ റിയാദ വീടിയിട്ട് ബദരീങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ആളാ. അതൊക്കെ പറഞ്ഞപ്പോ പറയും, മൊയ്ലേരെ മരിച്ചുപോയ ബദരീങ്ങൾ എവിടുന്ന് നേരിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇത് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഞാനൊക്കെ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. എനിക്കിപ്പോ വയസ്സ് 60. ഇനി എത്ര കൊല്ലം ഉണ്ട് ഇവിടെ എന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്കൻഡ് കിട്ടുമോ എന്നുള്ള അള്ളാഹു ആലോ. എന്നാ ഗ്യാരണ്ടിക്കാരൻ്റെ എത്ര ഉള്ളൂന്ന് അറിയാം നമുക്ക്? എത്ര? എല്ലാത്തിനും ഇസ്ലാം നിയമം പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും നിയമം ഇല്ലാത്തൊരു കാര്യമില്ല. എത്ര കൊല്ലം ഇവിടെ നമുക്ക് ആയുസ്? അത് ചിലർ പറയാം, അതിപ്പോ പറയാനൊന്നും പറ്റില്ല. എന്നാ പറയാ, ഉമ്മത്തി മാ ബൈന 60 ഇലാ 70 ഖാല റസൂലുള്ളാഹ്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അത് പറഞ്ഞ ഹബീബായ തങ്ങൾ 63-ൽ മരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63-ൽ മരിച്ചു. എന്നാ മൊയ്തീൻ ഷെയ്ഖ് എത്ര കൊല്ലം ഇരുന്നു ഇവിടെ? 40 വയത് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. 40 കൊല്ലം വയത് പറഞ്ഞ് 90 കൊല്ലം ജീവിച്ച ശൈഖന്മാരുണ്ടായിട്ടുണ്ട്, 120 കൊല്ലം ജീവിച്ചവരുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ ആനുകൂല്യമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ്. ശരാശരി മനുഷ്യായുസ് എത്രയുള്ളൂ? ഉമ്മത്ത് മുഹമ്മദിന്റെ ആയുസ് എത്രയുള്ളൂ? 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. 60 കഴിഞ്ഞവരെ നമ്മുടെ ഗ്യാരണ്ടി ഇതാ തീരാൻ പോകുകയാണ്. 70 കഴിഞ്ഞവരെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ പോയി. എപ്പോ വേണമെങ്കിലും എന്തോ ആവാട്ടോ. അല്ലാഹു തആല ചെയ്ത ഔദാര്യമാണ്. മരണം എപ്പോഴും ആർക്കും എവിടെയും വെച്ച് സംഭവിക്കാം. അത് ശരിയാണ്. മാക്സിമം എത്ര വേണ്ടുള്ളൂ പ്ലാനിങ് ഇട്ടോ. അല്ലാതെ നമ്മളിവിടെ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്യണത് 150 കൊല്ലത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ മരിച്ച എൻ്റെ മകൻ്റെ പദ്ധതി, അവൻ്റെ മകന് പേരക്കുട്ടിയുടെ പദ്ധതിയും കൂടി നമ്മളിവിടെ ഇരുന്ന് ഉണ്ടാക്കി അതിനൊക്കെ കാശുണ്ടാക്കി അതിനൊക്കെ സെറ്റപ്പാക്കി വെക്കാനുള്ള ആ ഒരു തന്ത്രത്തിലാണ് നമ്മള്. ദുനിയാവ് ആർക്കും ശാശ്വതല്ല. ഏത് കൊലകൊമ്പനും ശാശ്വതല്ല. ഖാറൂൻ എവിടെ? ഫിർഔൻ എവിടെ? അബൂജാഹിൽ എവിടെ? നമ്രൂദ് എവിടെ? ബില്ലാളി വീരന്മാരൊക്കെ എവിടെ പോയി? അവരൊക്കെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയി. ലോകത്താരെങ്കിലും മരിക്കാതിരിക്കുകയായിരുന്നുവെങ്കിൽ അതൊരു കവി പറഞ്ഞു, ലക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂലാകുമായിരുന്നു മരിക്കാതിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചത് കൊണ്ട് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി അറിയും. എല്ലാവരും മരണത്തിന്റെ രുചി അറിയും കേട്ടോ. അപ്പൊ ആയുസൊക്കെ നമുക്ക് അല്ലാഹു തആല നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ മോനെ. എല്ലാത്തിനും നിയമം പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കണില്ല. ഞാൻ പറഞ്ഞു വെച്ച കാര്യം പറയാം. മഹാനായ കൈത്തക്കര ഉസ്താദ് ബദരീങ്ങളുടെ റിയാദ വീടിയ മഹാന. എന്ത് പറയാച്ചാലും ബദരീങ്ങളെ മുൻനിർത്തിയിട്ടേ പറയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ കൈത്തക്കര ഉസ്താദ് ചെറിയ ചികിത്സകനും കൂടിയാ. അത് കായുണ്ടാക്കാനുള്ള ചികിത്സ അല്ല കേട്ടോ, പറ്റിക്കൽ ചികിത്സയല്ല. ഇന്ന് ആത്മീയ ചികിത്സയുടെ പേരിൽ കുറെ പുലിവാലി കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ ആരെയും ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്ത് പറയല്ല കേട്ടോ. വെള്ളം മന്ത്രിക്കല് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഖുർആൻ ഓതി മന്ത്രിക്ക, ആയത്തോ ഹദീസുകളൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കാം. അതിന് തെളിവുള്ളതാണ്, ഐക്കല്ലിന് തെളിവുള്ളതാണ് കേട്ടോ, നൂല് കെട്ടുന്നതിന് തെളിവുള്ളതാണ്. അതിനൊന്നും തെറ്റല്ല. പക്ഷേ അതിന്റെ മറവില് ആത്മീയ ചൂഷണങ്ങൾ പാടില്ല. ആത്മീയ ചൂഷണങ്ങൾക്ക് നിന്നു കൊടുക്കാൻ പാടില്ല. കൈത്തക്കര ഉസ്താദ് ചികിത്സ പണത്തിന് വേണ്ടിയല്ല. ആളുകൾ എന്ത് വിഷമുണ്ടെങ്കിലും കൈത്തക്കര ഉസ്താദിന്റെ അടുത്താ വരിക. അപ്പൊ ഉസ്താദ് ബദരീങ്ങളെ വിളിച്ചു വന്നിരിക്കുക, വെള്ളം മന്ത്രിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നൂല് മന്ത്രിച്ചു കൊടുക്കും. ഒരു ദിവസം രാത്രി 11 മണിയായപ്പോൾ കൈത്തക്കര ഉസ്താദ് കിടന്നിട്ടുണ്ട്. ഉറക്കങ്ങനെ കണ്ണിൽ വരികയാണ്. ആ സമയത്ത് അതാ 2 ചെറുപ്പക്കാര് കൈത്തക്കര മൊയ്തീൻ കുട്ടി മുസ്ലിയാരുടെ കുളപ്പുള്ളിയിലുള്ള വീട്ടിലേക്ക് വരികയാണ്. ആ ചെറുപ്പക്കാര് വന്നിട്ട് പറയാണ്, ഉസ്താദേ, എന്റെ ഭാര്യക്ക് പ്രസവ വേദന വന്നു, പ്രസവിക്കണില്ല. ഞാൻ 4 ആശുപത്രിയിൽ പാർട്ട്ണറുള്ള മൊയ്യാരാ. അപ്പൊ നിങ്ങൾ പ്രസവിക്കാൻ നമ്മളെ ആശുപത്രിക്ക് വരണം എന്നാ ഞാൻ പറയാം. മിനിമം 30,000 കിട്ടും. ഒരു നോർമൽ പ്രസവം 30,000 ഞാൻ നടത്തില്ല. കീറലാണെങ്കിൽ 65 മുതൽ 1.25 വരെ ചിലപ്പോൾ ഉണ്ടാവാം ബില്ല് കേട്ടോ. ഇപ്പൊ ഒന്ന് രഹസ്യമാക്കി വെക്കണ്ടല്ലോ, അതൊക്കെ പബ്ലിക്കായിട്ട് കിട്ടുന്ന കാര്യമാണല്ലോ. പല ക്വാളിറ്റിയും പല ആശുപത്രിയുടെ പല സ്റ്റാറ്റസ് അനുസരിച്ച് ബില്ല് കൂടും കുറയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, പ്രസവം ഒരു രോഗമല്ല.
അത് നാച്ചുറൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, പ്രകൃതി എന്ന് പറയും മലയാളത്തിൽ. 9 മാസം 10 ദിവസം കൃത്യമായി കഴിഞ്ഞാൽ സാധനം പുറത്തിയാകും. പിന്നെ ചാടാതിരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ചില ഒബ്ജക്ഷനുകൾ ഉണ്ടാവണം. അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. എൻ്റെ ഉമ്മ പ്രസവിച്ചത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എൻ്റെ ഉമ്മ പ്രസവിച്ചത് വീട്ടില. ഞാൻ ആ കാലത്ത് എൻ്റെ ഉമ്മ ആ നാട്ടിലെ ഒരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പെണ്ണുങ്ങളായിരുന്നു. അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉമ്മാനെ വിളിച്ചോണ്ടോ. ഉമ്മ അവിടെ എന്താ ഒന്ന് കാലം അങ്ങോട്ട് വെക്ക്, കൈ ഇങ്ങോട്ട് വെക്ക്. എന്നിട്ട് നഫീസത്തുമാലയിലും മഞ്ഞക്കുളം മാലയിലും ബദരീങ്ങളുടെ ബദർ ബേത്തിയല്ലോ ഇത് എല്ലി കൈമൊക്കെ പെണ്ണ് പ്രസവിക്കും. ഇത് ഞാൻ നിന്ന് അപ്പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉമ്മ അങ്ങനെ ചെല്ലും. വലിയ കാനക്ക് സുഹ്റാബിക്ക് മൂന്നാമത്തെ പേരെ മാകേലാകുമേ ബീവിനെ ഫീസത്തെ ബിസ്മിയും ഹംദും സലാത്തും ബിണ്ടതിയിൽ പിന്നെ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേര് പറയും, നഫീസത്തു മാല മുഴുവൻ ചെല്ലും. എന്നിട്ടും പ്രസവിക്കണില്ലെങ്കിലോ ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലായി വബിഹംദിഹി ശുക്റൻ അലൽ നിഅമായി വബിഹംസതൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ലിലാഹി വസയ്യിദിശ് ശുഹദായി. അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറയും. ബദരീങ്ങളുടെ പേര് പറഞ്ഞു തീരുമ്പോഴേക്കും പെണ്ണ് പ്രസവിച്ചിട്ടുണ്ടാകും. അങ്ങനെ ബദർ ബൈത്ത് കേട്ട്, മദീമാല കേട്ട്, ദിഫായിമാല കേട്ട് പ്രസവിച്ച കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത മക്കളായിട്ടുണ്ട്. ഇതിപ്പോ കേൾക്കണത് ലേബർ റൂമിൽ ചെന്നാൽ പിന്നെ ഞാനിതിൽ പറയാൻ പറ്റില്ല. ആ സാധനം പിന്നെ അത് ട്രോളിയിട്ട് അതിന് മറുപടിക്ക് ഞാൻ നടക്കണം. നിങ്ങളിതൊക്കെ കഴിഞ്ഞു പോകും. പിന്നെ എൻ്റെ കബറിലൊക്കും കൂടി വരും ഈ സാധനമായിട്ട് കുറേ ആൾക്കാർ. അതുകൊണ്ട് ഞാനിവിടെ പരസ്യമായിട്ട് പറയില്ല, രഹസ്യമായിട്ട് ചോദിച്ചാൽ പറയാം. അങ്ങനെ ജനിച്ച കുട്ടികള് പ്രസവിക്കുമ്പോൾ നല്ലത് കേൾക്കണം. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ ശബ്ദം ആ കുട്ടിയുടെ ചെവിയിലേക്ക് കേൾപ്പിച്ചാൽ ആ കുട്ടി സാലിഹാകും. അതുകൊണ്ടാണ് പ്രസവിച്ച ഉടനെ ബാങ്ക് കൊടുപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ വീട്ടിലുള്ള പ്രസവമാകുമ്പോൾ നമുക്ക് ഇതിനൊക്കെ സൗകര്യം ഉണ്ടാവും. ആശുപത്രിയിലാവുമ്പോൾ അവരെന്തൊക്കെ പറഞ്ഞു പിന്നെ അങ്ങോട്ട് ചിങ്ങടച്ച് കുറെ കഴിഞ്ഞിട്ട് പറയും ഒക്കെ ശരിയായി കൊണ്ടുപോയിക്കൊള്ളില്ല. അപ്പോഴത്തേന് ഈ കുട്ടി എന്തൊക്കെ കേട്ട് കത്ര കണ്ടോ, സൂചി കണ്ടോ, കത്ര മറന്നു വെച്ചോ, ഇഞ്ചക്ഷൻ ആണോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകും. ഇപ്പൊ ഈ അടുത്ത ദിവസത മിനിഞ്ഞാന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ നാവിക്കൊരൊറ്റ ചവിട്ട, പട്ടി എന്ന് പറഞ്ഞ് ചവിട്ടാൻ. അധ്യാപകനെ ചവിട്ടുന്ന മക്കള്, അധ്യാപകനെ ചെകിടത്തടിക്കുന്ന മക്കള്, വാപ്പാനെ കൊല്ലുന്ന മക്കള്. നിങ്ങള് കണ്ടില്ലേ തിരുവനന്തപുരത്ത് അഫാൻ, പേര് മുസ്ലിമാണ്, അവന് മയക്കമരുന്ന് അടിച്ചു വന്നിട്ട് കടാരയെടുത്തു കൊണ്ടുപോയിട്ട് 13 വയസ്സുള്ള അനുജന്റെ പള്ളക്ക് കുത്തി. ആ കടാര കൊണ്ട് കാമുകിനെ കൊന്നു. ആ കടാര കൊണ്ട് സ്വന്തം ഉമ്മാടെ തലക്ക് വെട്ടി. 6 ആളെ കൊന്നവൻ. അവന്റെ പേര് അഫാൻ എന്നാണ് കേട്ടോ. നല്ല നിലക്ക് ജനിച്ചാൽ അതിന് നല്ലതുണ്ടാവും. ചാരിയത് മടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സാലിഹായ മാത്രം പോരാ, നമ്മുടെ മക്കളും നന്നാവണം. അതുകൊണ്ട് പ്രസവം നന്നാവണം, നല്ല പേര് വെക്കണം. അപ്പൊ കുട്ടികളുടെ പേര് കേട്ട എന്തോ ഒരു സാധനം അതോ അവര് പേരിൽ എന്തിരിക്കണമെന്നാ ചിലർ പേരിലായിരിക്കണത്. മുത്തുനബിയുടെ പേരെടുത്തിന് വെച്ചാൽ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഒരു ഗുണം അവലുണ്ടാവും. ഉമർ ബിൻ ഖത്താബിന്റെ പേരെടുത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിരിക്കൊരു ശുജാഅത്തെങ്കിലും അവനുണ്ടാവും. ആലിയാരുടെ പേരിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഇങ്ങനെ ആർക്കും കീഴ്പ്പെടുന്നില്ല. ഒരു വമ്പൊക്കെ അവന്റെ കയ്യിലുണ്ടാവും കേട്ടോ. ഇൽമുണ്ടാകും. ഞാൻ മദീനയിലെ ഇൽമാണെങ്കിൽ അതിലേക്ക് കയറി വരുന്ന ഗേറ്റ് അലി ഇബ്നു അബീ ത്വാലിബാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പൊ നല്ല എൻ്റെ പേര് നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് പേരിടണമെങ്കിൽ നിങ്ങൾ ഉസ്താദിനെ അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കൊന്നും വേണ്ട. ഞാൻ അതിൻ്റെ അർത്ഥം അറിയണം, മറ്റേ നെറ്റ് നോക്കണം, ഗൂഗിളിനോട് ചോദിക്കണം, മെറ്റനോട് ചോദിക്കണം. പിന്നെന്താ വേറെ സുനാമിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ നാളെ വീട്ടിലിരുന്നപ്പോഴേ എൻ്റെ ഫോൺ എടുത്തിട്ട് എന്നെപ്പറ്റി ഞാൻ അതിൽ അവനോടൊന്ന് ചോദിച്ചു, ആരാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി? ലാ ഹൗല വലാ ഖുവത. മൂപ്പരിങ്ങോട്ട് പറയാണ്, അയാൾ 20 കൊല്ലം മുമ്പ് മുള്ളൂർക്കരയിൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പം ഞാൻ മരിച്ചോ?
ഈ എൻ്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. ഞാൻ 2-3 ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ഇപ്പൊ കബറിലാണ്. ഇതാണ് ഈ കിട്ടുന്ന ഗൂഗിൾ ഉസ്താദിന്റെ വിവരം. ഞാൻ ഒരിക്കലും ഗൂഗിൾ നോക്കിയിട്ട് ഞാൻ യാത്ര ചെയ്യാറില്ല. 2 വട്ടം ഞാൻ പെസകി കുറ്റിപ്പുറത്തേക്ക് ഒരു അതിന് വന്നതാ. മധുരശ്ശേരി കൊണ്ട് സ്ഥലമുണ്ട്. അങ്ങനെ ഡ്രൈവർ പറഞ്ഞു, ചെക്കൻ പറഞ്ഞു മധുരശ്ശേരിയിൽ എത്തിയാൽ മതി ഉസ്താദയാണ്. ഡ്രൈവർ പറഞ്ഞു അവൻ കുറച്ച് ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യണം, ഗൂഗിൾ അടിച്ചാൽ മതി. എന്നാൽ ഈ വിട്ടോ പറഞ്ഞോ, അല്ല വണ്ടി ഓടിക്കണം. പടച്ചോനെ, കുറ്റിപ്പുറത്ത് നിന്ന് 4 കിലോമീറ്ററുള്ളൂ മധുരശ്ശേരിക്ക്. 14 കിലോമീറ്റർ ഓടിയിട്ടും മധുരശ്ശേരി എത്തുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ പിന്നെയും പറയും യു ടേൺ ദ റൈറ്റ്. റൈറ്റ് തിരിഞ്ഞ് പിന്നെയും കുറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇനി ലെഫ്റ്റ് എടുത്തോ. ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോയി ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലെത്തി. പിന്നെ റൈറ്റ് തിരിയാൻ പറയേണ്ടത് ചാടിയാ കുളത്തില്ല. ഞാൻ പറഞ്ഞു ഇനി റൈറ്റ് തിരിയാണ്. അവസാനം ഞാൻ ഫോൺ വിളിച്ചു, പൊന്നു മോനെ ഞങ്ങളൊരു ജബൽ ഖുബൈസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യും? അവിടുന്ന് കഴിച്ചലാകാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി ആ ഓട്ടോറിക്ഷയുടെ പിന്നാലെ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ എവിടേക്കോ അതിന് മുമ്പ് ഡ്രൈവറോട് പറയും ഈ ഗൂഗിൾ ഉസ്താദ് വേണ്ട കേട്ടോ, നേരെ അവിടെ നിർത്തും. ഒന്നിരിക്കും ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ കാറുകാരൻ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരോട് ഇറങ്ങിപ്പോയി ചോദിക്കുക. അതിന് 5 മിനിറ്റ് പോയാലും വേണ്ടില്ല. അതാണ് ടെക്നോളജി കേട്ടോ. ടെക്നോളജിയുടെ പിറകെ പോയിട്ട് അത് മാത്രം സത്യമാണെന്ന് വിശ്വസിച്ച് പോകണ്ട. അല്ലാഹു തആല നമുക്കൊക്കെ നല്ലത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു വെച്ച ഒറ്റ കാര്യം പറയാണ്. ബഹുമാനപ്പെട്ട കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉപ്പാപ്പാടെ ഹദറത്തിൽ വന്നിട്ട് ഈ 2 മനുഷ്യന്മാർ പൊട്ടിക്കരയാണ്. ഉപ്പാപ്പാ, എന്റെ ഭാര്യ പ്രസവവേദന കൊണ്ട് നൊമ്പലപ്പെടുകയാണ്, അവള് പ്രസവിക്കണില്ല. ഞങ്ങൾ ദ്വാരുന്നു, മഞ്ഞക്കുളമാലയല്ലി മൊയ്തീമാലയല്ലി, പ്രസവിക്കണില്ല, ഉപ്പാപ്പൊന്ന് വരണം. 11:30 മണിക്കാ വിളിക്കണം. കൈത്തക്കര ഉസ്താദ് വേഗം തുണിയൊക്കെ എടുത്ത് തലയെ കെട്ടണം, മുണ്ട് തോളിലിട്ട് തൊപ്പി വെച്ച് ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിച്ചു, അവരെങ്ങൾക്ക് പരിചയം ഉണ്ടോ ചോദിച്ചു. എന്തിന് പരിചയം? പാവങ്ങൾ കരീന കണ്ടില്ലേ? ആലിമീങ്ങളുടെ കൽബില് കിബറില്ലല്ലോ. അവരുടെ കൂടെ അങ്ങ് പോയി. കുറെ അങ്ങ് പോയപ്പോൾ വിജനമായൊരു സ്ഥലത്ത് കൂടെ പോകുകയാണ്. ആ കാലഘട്ടത്തില് ടോർച്ചോ അതുപോലെ തന്നെ പന്തോ ചൂട്ടോ പോലത്തെ ലൈറ്റുള്ളൂ കയ്യില്. ഇന്നത്തെ പോലെ മൊബൈലും സാറ്റലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും വൈദ്യുതിയൊക്കെ കുറവുള്ള കാലമാണ്. ആ വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഈ കൊണ്ടോണ 2 ആളുകൾ പറയാണ്, എടാ കള്ള മൊയ്ലിയരെ, ഞങ്ങളുടെ ഭാര്യക്ക് പ്രസവമില്ല ക്രസവുമില്ല, ഞങ്ങളൊന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണടാ. അന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത ഗുണ്ടകളാണ് ഞങ്ങള്. അന്റെ ഈ കള്ളമന്ത്രവാദം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് കൈത്തക്കര ഉസ്താദിനെ കൊല്ലാൻ വേണ്ടി അവരുടെ കയ്യിലുള്ള തോർത്തുമുണ്ടെങ്കി പിരിച്ചിട്ട് മഹാനായ കൈത്തക്കര ഉസ്താദിന്റെ കഴുത്തിലിട്ടു. ഒരാൾ ഒരറ്റ അങ്ങോട്ട് പിടിച്ചു, മറ്റാളി കറ്റിങ്ങോട്ടും പിടിച്ചു. പാതിരാത്രിയാണ്, വിജനമായ സ്ഥലമാണ്. ആർത്തട്ടഹസിച്ചാൽ പോലും ഒരു മനുഷ്യ ജീവി വരാത്ത സ്ഥലത്താണ് മഹാനായ കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അവിടുന്ന് ഒരൊറ്റ വിളിയാണ്, ബദരീങ്ങളെ, ഇല്ലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഖിലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളെ എന്നൊരു വിളി കൈത്തക്കര ഉസ്താദ് വിളിച്ചപ്പോൾ പെട്ടെന്നതാ 4 ഭാഗത്തുനിന്നും ചൂട്ടും പന്തും ലൈറ്റുമായി ആളുകൾ വരുന്നു. ഉസ്താദേ ഉസ്താദേ ഉസ്താദേ. ഇത് കണ്ടോ അക്രമി സംഘം കയ്യിലുള്ള തോർത്തുമുണ്ട് വലിച്ചെറിഞ്ഞ് ഓടി മറഞ്ഞു പോയി. ആളുകൾ വന്നു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഈ പാതിരാത്രി ഇവിടെ? ഉസ്താദ് പറഞ്ഞു, അത് ഒരുത്താൻ വിളിച്ചതാണ്, അപ്പൊ ചെറിയ പ്രശ്നമായി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നെ വീട്ടിലാക്കിയാ മതി എന്ന് പറഞ്ഞു. കൈത്തക്കര ഉസ്താദ് മുന്നിലും ഈ ആളുകൾ പിന്നിലുമായി നടന്നുപോയി. കൊളപ്പുള്ളിയിലുള്ള തന്റെ വീടിന്റെ പടിക്കലെത്തുന്നത് വരെ അവരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. പടിക്കെത്തിയപ്പോ കൈത്തക്കര ഉസ്താദിനൊരു ആഗ്രഹം, പാവങ്ങൾ ഞാൻ വിളിച്ചിട്ട് വന്നവരല്ലേ, പാതിരാത്രി വന്നവരല്ലേ, ഭാര്യനെ കൊണ്ടൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുപ്പിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട്, മക്കളെ ആരും പോണ്ടട്ടോ, ഞാനൊരു കട്ടൻ ചായ തരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങ് നോക്കുമ്പോ ഒരു മനുഷ്യനില്ല, ഒരു ലൈറ്റുമില്ല, ഒരു പന്തുമില്ല, ഒരു ചൂട്ടുമില്ല.
ഔലിയാക്കളുടെ ക്യാപ്റ്റനാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തേ? വല്ലേ തലത്തിലോ എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ ആരുണ്ടതെന്റെ മഖാമീനതെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊൽവീനതെന്നോവർ ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമീറാ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തൂറാ. ഉദയാസ്തമയത്തിന്റെ ഇടയിലുള്ള എല്ലാ ഔലിയാക്കളും എന്റെ കാലിന്റെ ചോട്ടിലാണെന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളടക്കം ബദരീങ്ങളുടെ ചോട്ടിലാണ്. അതാണ് ബദർ മൗലൂദിലെ അവസാനത്തെ ആ ഹിക്കായത്തൊന്ന് വായിച്ച് വഖാവദ് ഖുറശൈഖുദ്ദാറാനി റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹജ്ജദ, മശായിഖന്മാരിൽ നിന്ന് കേട്ട വിവരമാണ്. വഖാല ഗൈറുഹു, അവരും അവരല്ലാത്തവരും പറഞ്ഞിരിക്കുന്നു ഇന്ന കസീറൻ മിനൽ ഔലിയാഇ ലം തഹ്സുൽ ലഹുൽ വിലായത്തു ഇല്ലാ ബിഖറാഅത്തി അസ്മാഇഹിം വതവസ്സുലി ബിഹിം. ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കാതെ, ബദരീങ്ങളെ വിളിക്കാതെ ഒരു വലിയും വലിയായിട്ടില്ലടോ. ഏത് വലിയ വലിയായതോ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ്. എല്ലാ ഔലിയാക്കളുടെയും നേതാവാണ് അസ്ഹാബുൽ ബദരീൻ. ഉറക്കെ പറഞ്ഞോ റളിയല്ലാഹു അൻഹു. അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം നിങ്ങൾ? ബദരീങ്ങളുടെ ദർജ എന്താന്ന് നിങ്ങൾ വിചാരിച്ചു? മൊയ്ൻകുട്ടി വൈദ്യരുടെ ഒരൊറ്റ വരി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറഞ്ഞതേ മനസ്സിലാവുള്ളൂ, കൂടുതൽ പറയാനുള്ള സമയമില്ല. എനിക്ക് അറിയുന്നത് തന്നെ പറയാനുള്ള ആരോഗ്യമില്ല, സമയമില്ല. എനിക്കാണെങ്കിൽ ഈ സമുദ്രത്തിലെ വാറുന്ന ഒരു ടീസ്പൂൺ കൊണ്ട് മുക്കിയ പോലെ വിവരം എൻ്റെ അടുത്ത് വിവരമൊക്കെ ഉള്ളൂ. അതന്നെ പറയാൻ ഒരു 4 ദിവസം ഉണ്ടായാൽ പറഞ്ഞാൽ ബദരീങ്ങളുടെ മദ്ഹ് പറയാൻ പറ്റിയത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. പറഞ്ഞാൽ തീരൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്, ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞാൽ തീരൂല. ബദരീങ്ങൾ ആരാണ്? അവർക്കുള്ള സ്റ്റാറ്റസ് എന്താന്ന് പറഞ്ഞ കറാവുങ്കൽ ചെയ്തതും ഇനി ചെയ്യും ഖതാദംബ ബദരീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പവർ എന്താണെന്നറിയോ? കറവുങ്കൽ ചെയ്തതും ഇനി ചെയ്യും ഖതാദംബ, ചെയ്ത ദോഷങ്ങളും ചെയ്യാൻ പോണ ദോഷങ്ങളും അല്ലാഹു അഡ്വാൻസ് ആയി പുറത്തു. അവർക്കൊരു മഗ്ഫിറത്തിന്റെ 10 വേണ്ട, അവർക്കൊരു ഇത്ഖുൻ മിനന്നാർ വേണ്ട, അവർക്കൊരു ലൈലത്തുൽ ഖദറും വേണ്ടടോ. അതിന്റെ ഒക്കെ മീതെ പോയി അവര് എന്തായി കേട്ടത്? ചെയ്തത് മുഴുവൻ പുറത്തു, ചെയ്യാൻ പോണതും പുറത്തു. ഇത് സംബന്ധമായ ഒരു ചരിത്രം ഹദീസിലെ കിതാബിലൊക്കെ നോക്കിയാൽ കാണാം. ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബിയാണ്. ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് മക്ക മുശ്രിക്കീങ്ങള് ബദർ യുദ്ധത്തിന്റെ ആഘാതം മുശ്രിക്കീങ്ങളെ കൽബിന്ന് പോണില്ല. കാരണം അബൂജഹൽ നേതാവ് പോയല്ലോ, ഉത്ബത്ത് പോയല്ലോ, ഷൈബത്ത് പോയല്ലോ, അങ്ങനെ വലീദ് പോയല്ലോ. മക്ക കാഫിരീങ്ങളുടെ കേമങ്ങാരൊക്കെ ബദറിൽ ചത്തലോ. പിന്നെ ആകെ മക്കയിൽ ഇപ്പൊ ആരല്ലോ? അബൂ സുഫിയാൻ ഉണ്ട്. ഖാലിദ് ബിൻ വലീദ് ആണെങ്കിൽ ഉഹദ് യുദ്ധം കഴിഞ്ഞതോടെ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ മക്കയിലുള്ള പ്രമുഖരൊക്കെ ഇസ്ലാമായി. ഇനി ഒരു അബൂ സുഫിയാനും കുറച്ചാളും മാത്രമേ ഉള്ളൂ. മറുപക്ഷത്താണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി കറമഹുല്ലാഹ്, വമ്പന്മാരായ ആളുകളൊക്കെ ഇപ്പുറത്താണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു തിരിച്ചടി കൊടുക്കണം, കാച്ചണം തിരിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നു എന്ന വിവരം അതേ മക്കത്തുനിന്ന് കാഫിരീങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന വിവരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു സഹാബിയാണ്. നേരത്തെ ഞാൻ പേര് പറഞ്ഞ സഹാബി എന്ത് ചെയ്തു? ഒരു കത്ത് എഴുതുകയാണ് മക്കയിലുള്ള തൻ്റെ കുടുംബത്തിൽപ്പെട്ട കാഫിരീങ്ങൾക്ക്. മുഹമ്മദ് നബിയുടെ കൂടെ പഴയ പോലെയല്ല, ബദറിൽ പറഞ്ഞ പോലെ 313 ഇപ്പൊ 1000 അവരുടെ കയ്യിൽ ആയുധമുണ്ട്, ഒട്ടകണ്ട്, കുതിരണ്ട്, അങ്കിയുണ്ട്, വാളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സർവ്വ രഹസ്യവും അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യം ചോർത്തിയിട്ട് ഒരു കത്ത് ഒരു സഹാബി എഴുതിയിട്ട് ഒരു പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു. ആ പെണ്ണ കത്തുമായി മക്കയിലേക്ക് പോകുകയാണ്. എല്ലാ രഹസ്യവും അവിടെ ചെന്നാ പരസ്യാകും. അള്ളാഹിന്റെ
റസൂലിന് വഹ്യ് വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറയുകയാണ്, അങ്ങയുടെ സകല രഹസ്യമായൊരു കത്തുമായൊരു പെണ്ണ് പോണുണ്ട്. അള്ളാന്റെ റസൂല് അലി തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, അലി ഏത് നിർണായക അവസരത്തിലും റസൂലുള്ള വിളിക്കുന്ന പേര് അലിയാണ്. ഏത് നിർണായക അവസരത്തിലും റസൂലുള്ള വിളിക്കുന്ന പേര് അലിയാണ്. ഖൈബറിൽ വിളിച്ചത് അലിയാണ്, മറ്റു പല സന്ദർഭങ്ങളിലും വിളിച്ചത് അലിയാണ്. ഹിജറ പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ കടത്തുയർത്തിയിട്ട് അള്ളാഹിന്റെ റസൂല് പോയതും മദീന അവിടെ തനിച്ചാക്കിയിട്ടാണ്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ആ കത്തുമായി കൊണ്ടുപോകുന്ന പെണ്ണുണ്ടല്ലോ, അവളെ പിടിച്ചു കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു അവളെ പിടിച്ചു. ഒരു തടാകത്തിന്റെ അടുത്ത് വെച്ച് അവളെ കൊണ്ടുവന്നു പിടിച്ചു. അവളുടെ മുടിക്കെട്ടിന്റെ ഉള്ളില് ആരും കാണാത്ത നിലക്ക് ഭദ്രമായി ആ കത്ത് വെച്ചിരുന്നു. ആ കത്ത് കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. ആ കത്ത് വായിച്ചപ്പോൾ മക്കയിലുള്ള മദീനത്തിലുള്ള സഹാബത്തിന്റെ എല്ലാ രഹസ്യവും ആ കത്തിലുണ്ട്. അള്ളാഹിന്റെ റസൂല് ചോദിക്കുകയാണ്, ആരാണ് ഈ കത്തെഴുതിയത്? എഴുതിയാളുടെ പേരുവയിലുണ്ട്. ആരാണ് ഈ കത്തെഴുതിയത്? അള്ളാഹിന്റെ റസൂലിന്റെ സഹാബിയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബിയാണ് മുസ്ലിമീങ്ങളുടെ രഹസ്യം അങ്ങോട്ട് കത്തെഴുതി വിട്ടിരിക്കുന്നത്. ചാരപ്രവർത്തനം നടത്തല് ഏത് കാലത്തും എപ്പോഴും വലിയ കുറ്റല്ലേ അല്ലേ? ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യം പാകിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കക്കോ ചോർത്തി കൊടുത്താൽ അവന് പിന്നെ ബിരിയാണി കൊടുത്തിരുത്തോ? വേറൊരു ചോദ്യമല്ല, കൊന്നുകളയില്ലേ? ഹബീബായ തങ്ങളുടെ രഹസ്യം കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന സ്വഹാബി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, കൊല്ലണവനെ. അലിയാര് പറഞ്ഞു, കൊല്ലണവനെ. സ്വഹാബത്ത് പറഞ്ഞു, കൊല്ലണവനെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നോ, തൊടാൻ പാടില്ല. ഹബീബായ തങ്ങൾ പറയാണ്, ആരാണ് ആ സഹാബി എന്നറിയോ? അയാള് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബദരീങ്ങളുടെ കഴിഞ്ഞ ദോഷങ്ങളോ ചെയ്യാൻ പോണ ദോഷങ്ങളോ അല്ലാഹ് പൊറുത്ത ആളല്ലേ. അയാള് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, തൊടാൻ പാടില്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു തആല അഡ്വാൻസായി പുറത്തു കൊടുത്ത ബദരീങ്ങൾ അല്ലാഹു തആല അവരുടെ കാവൽ അല്ലാഹ് ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് അസ്ഹാബുൽ ബദറിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചോളി, ഇജാബത്തുണ്ട് കേട്ടോ. ഏത് ഘട്ടത്തിലും നിങ്ങൾ വിളിച്ചോ. വിളിക്കും പോലെ അങ്ങോട്ട് വിളിച്ചാൽ, നല്ല കൽബോടെ വിളിച്ചാൽ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്ര പറഞ്ഞാൽ മതി, തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് എന്ന് പറഞ്ഞ് കൈ അങ്ങനെ നീട്ടിയാൽ അതിന് ഇജാബത്തുണ്ട്. നേരത്തെ ഉസ്താദൂടെ പറഞ്ഞില്ലേ അവരുടെ അനുഭവത്തിലുള്ള കാര്യം. എനിക്കിപ്പോൾ 46ാമത്തെ കൊല്ലാണ് ഞാൻ വയലു പറയാൻ തുടങ്ങിയിട്ട്. മീസാനോദന കാലത്ത് തന്നെ വയലു തുടങ്ങിയിട്ടുണ്ട്. 58 കൊല്ലം മുമ്പ് പ്രാസംഗികനാണ് ഞാൻ. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പ്രസംഗത്തിൽ ഫസ്റ്റ് എനിക്ക് തന്നെ ഉണ്ടാവുക. പക്ഷെ വയലിൽ ഞാൻ മീസാനോദന കാലത്ത് തന്നെ വയലിൽ 2 ദിവസം 3 ദിവസമൊക്കെ വയലു പറയാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ എനിക്കിപ്പോൾ 60 വയസ്സായി കഴിയാൻ പോകുക. ഇപ്പൊ 46ാമത്തെ കൊല്ലത്തിലേക്ക് ഞാൻ വയലിന് വരുമ്പോൾ ബദരീങ്ങളെ കൊണ്ട് എന്റെ ജീവിതത്തില് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങള് ഒന്നൊന്നായി നിരത്തി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്റെ നാട്ടിലൊരു ഹംസ മുസ്ലിയാരി പറഞ്ഞ ഒരാളുണ്ടാവും. എന്നെ മദ്രസയെ പഠിപ്പിച്ച ഉസ്താദാണ് CV ഹംസ മൗലവി മുള്ളൂർക്കര. ബദർ പാടി പറയുന്ന ആളാണ്. മൂപ്പരാണ് എനിക്ക് ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നത്. ഞാൻ മദ്രസയിൽ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ സമസ്ത അന്ന് അംഗീകരിച്ചത്. മദ്രസ അന്ന് ഒറ്റ സമസ്തയേ ഉള്ളൂ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ സമസ്ത അംഗീകരിക്കുന്നത്. അതുവരെയൊക്കെ നമ്മൾ ഓത്തോല്യ പലയം എഴുതിയിട്ടും സ്ലേറ്റിൽ കുത്തി വരച്ചിട്ടും അങ്ങനെ ഓതി പഠിക്കുന്നതാണ്. സമസ്ത വരുന്നത് ഞാൻ അവിടെ 5ാം ക്ലാസ്സിലുള്ളപ്പോഴാണ് എൻ്റെ നാട്ടിൽ സമസ്ത അംഗീകരിക്കുന്നത്. അന്ന് എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച CV ഹംസ മൗലവി മുള്ളൂർക്കര ബദർ പാട്ടിന്റെ വിദഗ്ധനായിരുന്നു. ബദർ ഇങ്ങനെ പാടി പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ബദർ പാടുമ്പോ ഇന്നെ അതിന്റെ പിന്നിൽ നിർത്തിയിട്ട് ഞാൻ നല്ല പാട്ടാ സ്റ്റെപ്പിനി ആയിട്ട് പാടാൻ എന്നെ കൊണ്ടുപോകും. ഒരു വരി മൂപ്പരി പാടിയ അര വരി എന്നെ
കൊണ്ട് ഇങ്ങനെ പഠിക്കും. നോക്കിയിട്ട് പാടിയാൽ മതി, കാണാതെ പാടുകയൊന്നും വേണ്ട. അന്നാ കാലത്ത് ബദറൊക്കെ സഫല, ബദർ, കർബലൊക്കെ ഒട്ടുമിക്കതും എനിക്ക് കാണാതെ തന്നെ കിട്ടിയിരുന്നു. പാടി 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 ഉസ്താദിന് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പമല്ലേ, നല്ല കൂറ്റുമാണ്, അതുകൊണ്ട് ഇന്നെ കൊണ്ടായിട്ട് ഇങ്ങനെ പാടിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. ആ ഉസ്താദ് അന്ന് ബദർ പാട്ട് പാടുന്ന സമയത്ത് 16 കൊല്ലായിട്ട് മക്കളില്ലാത്തൊരു പെണ്ണ്, ആ നബീസാത്ത, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഉമ്മപ്പ അടുത്ത കാലത്താ മരിച്ചു പോയത്, മുള്ളൂർക്കരയിൽ. 16 കൊല്ലായിട്ട് മക്കളില്ലാത്തൊരു പെണ്ണ് കാതുന്നൊരു കമ്മല് ഊരിയെടുത്തിട്ട് ബദരീങ്ങൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ആ മജ്ലിസിൽ കൊണ്ടുവരിക. ഉസ്താദ് ഞങ്ങൾ എല്ലാവരും നീപ്പിച്ചിട്ടിട്ട് അസ്മാഉൽ ബദറിലെ ബദരീങ്ങളുടെ പേര് 313 മുഴുവൻ ചൊല്ലി ഈ തവസ്സുൽ ബൈത്തി ചൊല്ലിയിട്ട് ഒരു ദുആ നടത്തി. എന്നിട്ട് ബദരീങ്ങൾ അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നു പറഞ്ഞതാണ്. പിറ്റത്തെ മാസം 16 കൊല്ലം ഗർഭിണിയാവാത്ത പെണ്ണ് പിറ്റത്തെ മാസം ഗർഭം ധരിക്കുകയാണ്. അവരാൺകുട്ടിക്ക് ജന്മം നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളുടെ കറാമത്ത് പറഞ്ഞാൽ തീരൂല. കൈത്തക്കര ഉസ്താദുമായി ബന്ധപ്പെട്ടത് ഞാൻ ഇവിടെ പറഞ്ഞു. നമുക്കൊക്കെ കിട്ടും. ദിവസം നിങ്ങൾ എന്ത് വേണമെന്നറിയോ? മിനിമം ഒരു ഫാത്തിഹെങ്കിലും ബദരീങ്ങൾക്ക് ഓത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്, താജുൽ ഉലമയുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? താജുൽ ഉലമയുടെ ക്ലിപ്പ് ഇങ്ങനെ ഓടുന്നുണ്ട്. എന്താ ഇതിനാ പറയുന്നതെന്നറിയോ? എടാ, ഞാൻ എല്ലാ കിതാബും കാണാതെ ദർശനം നടത്തുക. ബുഖാരി ആയാലും ജമ്മായതും ബൈലാബി ആയാലും ഖാദിയായാലും മുല്ലാസനായാലും ഏതായാലും ഞാൻ കാണാതെയാണ് ദർശനം നടത്തുന്നത്. എനിക്കിപ്പോ എല്ലാ കിതാബും കാണാതെ കിട്ടും. എന്നിട്ട് താജുൽ ഉലമ പറയാ, ഇതെങ്ങനെ എനിക്ക് കിട്ടിയതെന്ന് അറിയടാ, ഞാൻ എല്ലാ ദിവസവും മൊയ്തീൻ ഷെയ്ഖിന് ഒരു പാത്തി ഓതോടാ, മൊയ്തീൻ ഷെയ്ഖിന് പാത്തി ഓതാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. മൊയ്തീമാല നോക്കിയാ കാണാ, അവർക്കൊരു ഫാത്തിഹ നിത്യവും ഓതുവിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. അതുപോലെ ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിത്യം ഒരു ഫാത്തിഹ ഓതിയാൽ അവരുടെ ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടും.